അങ്ങ് സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന സമയത്ത് ശക്തനായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള കണക്കിനാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ശക്തി ജനങ്ങളാണ്, മനസ്സിലായോ? എൻ്റെ ശക്തി ജനങ്ങളാണ്, അതിലെല്ലാവരും ഉണ്ടാകും. ആ ശക്തി ഇവിടെ ആ ജനങ്ങളെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും ആ ശക്തി ഇവിടെ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് ഇവിടെ തിരുത്തപ്പെടുകയാണ്. ജനങ്ങളത് തിരുത്തിക്കും, അതിനൊരു വഴിയൊരുങ്ങും. പി വി അൻവർ ജയിച്ചാൽ അത് ചരിത്രമാവുന്ന ഒരു ഉറപ്പാണ്. പക്ഷേ മറിച്ച് അൻവർ ഒരു സ്പോയിലർ ഫാക്ടറായി എം സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ താങ്കൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കില്ലേ അത്? ഒരിക്കലുമല്ല. ഒന്നാമത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എം സ്വരാജ് അതിൽ ജയിക്കാൻ പോകുന്നില്ല, തോറ്റമ്പിക്കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇവിടുത്തെ ആയിരക്കണക്കിന് സഖാക്കളെ എനിക്കറിയാം, മനസ്സിലായില്ലേ? അത് സ്വരാജ് എന്ന് പറയുന്നത് പിണറായി ആയിട്ടാണ് നിലമ്പൂരിലെ സഖാക്കൾ കാണുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. പിണറായിയുടെ ഡിറ്റോ എവിടെ നിന്ന് തുടങ്ങി VS ഉയർത്തിയ VSനെ വെട്ടാൻ വേണ്ടി പോലും സ്വരാജിനെ ഉപയോഗിച്ചു. ആ പാവം VSനെ വരെ ആക്രമിച്ചവനാണ് ഇവനെന്ന് ആരാ പറയുന്നത്? എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സഖാക്കൾ പറയുകയാണ്. പിന്നെ തൊഴിലാളികൾ അതിശക്തമായ എതിർപ്പാണ്. അപ്പോൾ ഒരു സ്വരാജ് അല്ലെങ്കിൽ അതിലേറെ വോട്ട് കിട്ടുമായിരുന്നു. സ്വരാജ് ഈക്വൽ ടു പിണറായി. സാഹിത്യകാരന്മാരൊക്കെ പറയുന്നത് അവർക്ക് ഈ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ KR മീര പറയുന്നു, ഈ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വരാജിന് ചെയ്യുമായിരുന്നു. സച്ചിദാനന്ദൻ, അതുപോലെ ഷഹബാസ് അഹമ്മദ്, അവർക്ക് അവരെ വീട്ടിൽ തന്നെ വോട്ടില്ലല്ലോ. ഈ സാഹിത്യന്മാരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. ഇവരാരെങ്കിലും ഈ മനുഷ്യത്വ രഹിതമായ ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ശക്തമായി എതിർത്ത് ഏതെങ്കിലും മരിച്ചവൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഉപവാസം നടത്താൻ ഈ സാഹിത്യകാരന്മാർ വന്നോ? ഒരു ജില്ലയാകെ പോലീസിൻ്റെ അതിക്രമം നടത്തിയപ്പോൾ ഈ സാഹിത്യകാരന്മാരെ കണ്ടില്ലല്ലോ. ഈ നാടാകെ കുട്ടിച്ചോറാക്കിയിട്ട് പിണറായിയുടെ പോലീസിലൊരു വിഭാഗം ഡാൻസ് ഓഫിനെ ഉപയോഗിച്ച് പോലീസ് ജീപ്പിൽ മയക്കുമരുന്ന് കടത്തുന്നതിൻ്റെ വീഡിയോ വരെ ഞാൻ കൊടുത്തു. എവിടെയായിരുന്നു സാഹിത്യകാരന്മാർ? ഈ പറയുന്ന പിണറായിസം വിഭാഗത്തിൻ്റെ ക്യാപ്റ്റൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഷൗക്കത്ത് എവിടെയായിരുന്നു? ഞാൻ എന്തുകൊണ്ടാണ് ഷൗക്കത്തിനെ എതിർക്കുന്നത്? ഷൗക്കത്തിന് വ്യാപകമായ എതിർപ്പുകളുണ്ട്. പിണറായിയെക്കാളും അദ്ദേഹത്തെ വെറുക്കുന്ന ആളുകൾ ഈ വോട്ടർമാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ പിണറായിസത്തെ എതിർക്കാൻ ഷൗക്കത്തിനെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. അവിടെയാണ് ഇതിൻ്റെ വിഷയം. 40% ഇടതുപക്ഷ വോട്ടുകൾ അൻവർ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം അപ്പോഴും പറയുന്നത് PV അൻവർ വലിയ കോലാഹലം ഉണ്ടാക്കി മുന്നണി വിടുമ്പോൾ പോലും ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ PV അൻവർ സാധിച്ചില്ല. അങ്ങനത്തെ അൻവറിന് പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ 40% വോട്ട് പിടിക്കാനാവുക എന്നുള്ളതാണ് ചോദ്യം. വളരെ എന്താ പറയുക, ബുദ്ധിപരമായ ചോദ്യമാണ്. ഒരു സഖാവിനും പുറത്തിറങ്ങാനും ധൈര്യം ഉണ്ടാവില്ല. ഈ പിണറായിസത്തെ എതിർത്തൊരു വാക്ക് പറയാൻ ധൈര്യമില്ലല്ലോ ആരാ ഈ നാട്ടിലുള്ളത്? VD സതീശൻ കീഴ്പ്പെട്ട് ഇപ്പോൾ ചോദ്യം ഈ പറയുന്ന എന്താ പറയുക പിണറായിക്കല്ലേ? പുനർജനി ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന പറവൂരിൽ ആൾ വരും, ആൺകുട്ടികൾ വരും, നിന്നെ നിയമസഭ കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് VD സതീശൻ അടക്കം ഇരുന്ന് കൊടുത്തില്ലേ? പിന്നെ ഈ പാവപ്പെട്ട സഖാക്കൾ എന്താ പറയാൻ പോകുന്നത്? അവരുടെ മനസ്സ് ഈ കേരളത്തിൽ ഞാൻ പറയുന്ന പിണറായിസം അതിന് 15 തൊട്ട് 20% വോട്ടുണ്ട് കേരളത്തിൽ ഒട്ടാകെ. ഞാൻ കാണുന്നുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട UDFൻ്റെ ലീഡർഷിപ്പ് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വന്ന ഏറ്റവും വലിയ പരാജയം. അവർക്കുള്ളൊരു തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങിപ്പം പറയുന്നുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളായിരിക്കും തനിക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ അങ്ങയുടെ പ്രചാരണത്തിൻ്റെയൊക്കെ രീതികൾ നോക്കുമ്പോൾ വഴിക്കടവ് ഒപ്പം തന്നെ എടക്കര ഉൾപ്പെടെയുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഊന്നൽ നൽകുന്നുണ്ടോ PV അൻവർ? ഇല്ല, ഞാൻ എവിടെയാണ് ഊന്നുന്നത് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും ഫ്രീ ആയിട്ട് നിങ്ങളെ കൂടെ ഇരിക്കുകയല്ലേ. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അത് മാത്രം നിങ്ങൾ മനസ്സിൽ കയറ്റിയാൽ മതി. ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ബ്രദർ, അല്ലെങ്കിൽ സിസ്റ്റർ, അല്ലെങ്കിൽ മരുമകൻ, അല്ലെങ്കിൽ വലിയച്ഛൻ, അല്ലെങ്കിൽ വലിയമ്മ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിലല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്.